നമ്മൾ ബീഫ് വെച്ചിട്ടാണ് യക്നി പുലാവ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ബീഫ് നന്നായി 6 മുതൽ 8 വിസിൽ വരെ വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുമ്പോൾ നമുക്ക് മറ്റൊരു പാനിൽ ഗീ ഒഴിച്ചു കൊടുത്ത് 2 സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സവോള ഫ്രൈ ചെയ്തതിൻ്റെ പകുതി ഈ ഒരു സമയത്ത് ചേർക്കുക. ബാക്കി നമുക്ക് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് 3.5 കപ്പ് വെള്ളം മൊത്തത്തിൽ വേണം. അതിൽ 1 കപ്പ് നമ്മൾ ബീഫ് വേവിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ നീരും നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നല്ല അടിപൊളി യാക്നി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.